കുറച്ച് സീരിയസ്. നായികനെ പുറത്തോട്ടിട്ടില്ല. നായിക അങ്ങനെ ഒരു നായിക കഥാപാത്രം ഇല്ല. ഡേറ്റ് വരെ ജൂലൈ 4-നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അന്നത്തേക്കായിരിക്കും ദൈവം സഹായിക്കട്ടെ. ദിലീപേട്ടൻ കഴിഞ്ഞോട്ടോ? ഇല്ലില്ല, ദിലീപേട്ടൻ ലാസ്റ്റ് ആണ്. ത്രില്ലറാണ്. ത്രില്ലറാണ്, ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ കേൾക്കുന്നു. ഹൊററൊന്നും ത്രില്ലർ, പക്ക ത്രില്ലറാണ്. പക്ക ത്രില്ലർ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു ദിലീപേട്ടൻ കഥാപാത്രമായിരിക്കുമോ? അതെ അതെ, ഇതുവരെ ചെയ്തിട്ടില്ല. കുറച്ച് സീരിയസ് പരിപാടിയാണ്. എല്ലാ പരിപാടികളും നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എവിടം വരെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഡബ് നടന്നുകൊണ്ടിരിക്കും. ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപേട്ടൻ കഴിഞ്ഞോ ഡബിങ്? ഇല്ലില്ല, ദിലീപേട്ടൻ ലാസ്റ്റ് ആണ്. എല്ലാ സിനിമയിലും പുള്ളി ലാസ്റ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് തന്നെ ആയിരിക്കും ഡബ് ചെയ്യാം. ഇപ്പോൾ ഇതായിരിക്കും നമ്മുടെ, ഇതാണ് റൈറ്റർ കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് എല്ലാം വന്നപ്പോൾ ഭയങ്കര ഒരു ത്രില്ലിംഗ് മൂഡിലുള്ള ത്രില്ലറാണ്. ത്രില്ലറാണ്, ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ കേൾക്കുന്നു. ഹൊററൊന്നും ത്രില്ലർ, പക്ക ത്രില്ലറാണ്. പക്ക ത്രില്ലർ. അപ്പോൾ ദിലീപേട്ടനെ ഒരു കോമഡിയിൽ നിന്ന് മാറ്റി മൊത്തം ഒരു ത്രില്ലർ മൂഡിലേക്ക് കൊണ്ടുവരേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു ദിലീപേട്ടൻ കഥാപാത്രമായിരിക്കുമോ? അതെ അതെ, ഇതുവരെ ചെയ്തിട്ടില്ല. കുറച്ച് സീരിയസ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ദിലീപേട്ടൻ ഒരു സ്പെഷ്യൽ ഡേറ്റ് വരെ ജൂലൈ 4-നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അന്നത്തേക്കായിരിക്കും ദൈവം സഹായിക്കട്ടെ. വർക്ക് തീർന്നാൽ നമ്മൾ ഇറക്കും എന്നുള്ള രീതിയിൽ. ടീച്ചർ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വർക്ക് തീരുന്ന പോലെ അത് നമുക്ക് പറയാൻ പറ്റുന്നു. ആഞ്ഞു പിടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ വരവിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ? 12-നാണ് റിലീസ് വെച്ചേക്കുന്നത്. അതിന് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുമെന്ന് അറിയത്തില്ല. അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് പോസ്റ്റ്പോണ്ട് ചെയ്തായിരുന്നല്ലോ ഇടയ്ക്ക്. അതെ അതെ അതെ. അതെന്തെങ്കിലും ആരല്ല വർക്ക് തീരാത്തില്ല. വർക്ക് തീർക്കാൻ പറ്റില്ല. CG കുറച്ചുണ്ട്. അത് പക്ക ഒരു ആക്ഷൻ പരിപാടി. അത് കൊമേഴ്ഷ്യൽ അടിപ്പടം. ഇനി ഇത് നീക്കത്തിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ ഏറെക്കുറെ കഴിയാനായി ഡബിങ്. പിന്നെ ബിനുചേട്ടൻ വരാനുണ്ട്. ബിനുചേട്ടൻ മറ്റേ അതിമനോഹരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് വരാൻ. എന്നത്തേക്ക് നമുക്കൊരു ടീസർ പ്രതീക്ഷിക്കാൻ പറ്റും? എല്ലാം തീർന്ന ഉടനെ നമ്മൾ വിടും എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നു. ഇതുവരെ കാണാത്തൊരു വേറിട്ടൊരു ഗെറ്റപ്പായിരിക്കും. ഡിഫറെൻറ്റ് ഗെറ്റപ്പും പരിപാടികളൊക്കെ. കുറച്ച് സീരിയസ്. നായികനെ പുറത്തോട്ടിട്ടില്ല. നായിക അങ്ങനെ ഒരു നായിക കഥാപാത്രം ഇല്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ട് പറയാനായിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല. അതാണ്. പാട്ടും കാര്യങ്ങളും ഫൈറ്റും ഒന്നുമില്ല. ഇദ്ദേഹം കുറച്ച് പറയട്ടെ. ആദ്യത്തെ കഥയാണ്. എന്താണ് ഇത് എഴുതുമ്പോൾ തന്നെ ദിലീപേട്ടനെ മനസ്സിൽ കണ്ടെഴുതിയ ഒരു കഥയാണോ അതോ ദൈവാനുഗ്രഹത്തിൽ ഇങ്ങനെ ജഗൻ സാറിന്റെ എങ്ങനെ എത്തി പരിചയമുണ്ടോ? അങ്ങനെയാണ്. ഓക്കെ, ആളുടെ ഒരു ഡെബ്യൂ ഫിലിമാണ്, ഡെബ്യൂ റൈറ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെയാ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ ഇപ്പൊ? അങ്ങനെ അപ്പൊ അങ്ങനല്ല, ഈ സബ്ജക്റ്റ് പറയാൻ ആ ഒരു ജോണർ നന്നായിട്ട് വരുന്നു. ഇതുവരെ കാണാത്ത തരത്തിലാണ് ദിലീപേട്ടനെ പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എത്രമാത്രം ഒരു കോൺഫിഡൻസ് ഉണ്ട്? അതായത് ദിലീപേട്ടനെ വേറൊരു രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? ഈ സിനിമയിൽ സസ്പെൻസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യം പോലത്തെ മൂടാണ്. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു ത്രില്ലർ പരിപാടിയാണ്. അങ്ങനെ വിചാരിച്ചാൽ